കേരള രാഷ്ട്രീയം മാറ്റത്തിന്റെ വഴികളിലൂടെയാണോ സഞ്ചരിക്കുക എന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കും. രാജ്യം മുഴുവനും പുതിയ രാഷ്ട്രീയ സമവാക്യത്തിലേക്ക് കടന്നപ്പോഴും ഇടതു വലത് രാഷ്ട്രീയത്തിൽ നിന്നും മാറി ചിന്തിക്കാതെ കേരളം കടന്നുപോവുകയായിരുന്നു. 2014 മുതൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിന്നും പൂർണ്ണമായും മാറ്റി നിർത്താൻ കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറുപുറത്ത് പലതവണ പരീക്ഷിച്ച് പരാജയപ്പെട്ട മുന്നണി സമവാക്യങ്ങളെ വീണ്ടും ഭരണമേൽപ്പിച്ച് യാതൊരു മാറ്റത്തിനും വഴങ്ങാതെ ഇവിടുത്തെ ജനങ്ങളും കടന്നുപോയി. ന്യൂനപക്ഷത്തിന്, പ്രത്യേകിച്ച് തീവ്രമത വിഭാഗങ്ങൾക്ക് നേരിട്ട് സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ പ്രഖ്യാപനങ്ങളിൽ പലതും സംഘടിത മതങ്ങളുടെ വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കിയായിരുന്നു. അപ്പുറത്ത് ജാതികളായി അന്യോന്യം കലഹിച്ചിരുന്ന ഹിന്ദു എന്ന വിഭാഗത്തിന് സ്വന്തമായി ആശയങ്ങൾ ഇല്ലാതിരുന്നതും അവരിൽ ഭൂരിഭാഗം പേരും തങ്ങൾ ഒറിജിനൽ മതേതരൻ ആണ് എന്ന് ഊറ്റം കൊള്ളുവാൻ ആവേശം കാണിച്ചതും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ബാങ്കുകൾ മാത്രം ലക്ഷ്യമാക്കി തന്ത്രങ്ങൾ മെനയുവാൻ പ്രചോദനം നൽകി. മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മിക്കവാറും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരുന്ന രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ കളികൾ അവർ മറച്ചുപിടിച്ചത് BJP എന്ന പാർട്ടിക്ക് ഹൈന്ദവ വർഗീയതയുടെ മേലങ്കി ചാർത്തി കൊടുത്തുകൊണ്ടായിരുന്നു. ഇതിനെ പ്രതിരോധിക്കുവാൻ പലപ്പോഴും BJPക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു പരിധിവരെ വളരെ ആഴത്തിൽ സ്പർശിക്കുമായിരുന്ന കേന്ദ്രത്തിന്റെ ജനക്ഷേമ പദ്ധതികൾ സാമാന്യ ജനവിഭാഗങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നതും വേറൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നു എന്ന് തോന്നലുണ്ടാക്കിയത്? PFI പോലെയുള്ള കനത്ത തീവ്രവാദ നിലപാടുകൾ ഉയർത്തിയവർ ഇന്ന് തടവറയിൽ അടയ്ക്കപ്പെട്ടപ്പോൾ മുൻപ് അവർ രാഷ്ട്രീയ പാർട്ടികളിൽ ചെലുത്തിപ്പോന്നിരുന്ന സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ സ്വാധീനങ്ങൾക്ക് പരോക്ഷമായി എങ്കിലും വളരെ കുറവ് വന്നു തുടങ്ങിയിരിക്കുന്നു. സോഷ്യൽ മീഡിയ വഴി ഒട്ടനവധി വ്യക്തികൾ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്തതും അത് അനുഭവയോഗ്യമായവർ തിരിച്ചറിയുവാൻ തുടങ്ങിയതും കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടാക്കി. മണിപ്പൂരും മറ്റും ഉയർത്തിക്കാട്ടി നടത്തിയ രാഷ്ട്രീയ നാടകങ്ങൾ ഒരു വലിയ വിഭാഗം ക്രിസ്ത്യൻ സമൂഹം ഏറ്റുപിടിക്കാതിരുന്നതും മറിച്ച് അവരിൽ പലരും പലപ്പോഴും BJPക്ക് അനുകൂലമായി പ്രതികരിച്ചതും കേരളത്തിന് തികച്ചും പുതുമയായി മാറുകയായിരുന്നു. കേരളത്തിലെ നാളുകളായുള്ള ഭരണ പരാജയവും ഓരോ ദിവസവും കൂടി വരുന്ന കടവും ഉൽപാദനക്ഷമത സംസ്ഥാനത്ത് വർദ്ധിപ്പിക്കുവാൻ പദ്ധതികൾ തുടങ്ങാതിരിക്കുന്നതും രാഷ്ട്രീയപരമായി മാറി ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുമോ എന്ന ചോദ്യവും മുന്നിൽ നിൽക്കുന്നു. പ്രൊഡക്ടിവിറ്റി ലക്ഷ്യമാക്കി സംസ്ഥാനത്ത് അവസരങ്ങൾ ഉണ്ടാക്കുവാൻ ഇപ്പോഴുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുമോ എന്ന ഒരു സന്ദേഹവും ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. മറുപുറത്ത് അതിവേഗം മുന്നോട്ട് കുതിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വികസന നയങ്ങൾ ജനത്തിന് സ്വീകാര്യമായി തോന്നിയിട്ടുണ്ടാകുമെന്നുള്ളത് പ്രസക്തമാകുകയാണ്. ഇത്തവണ കേരളത്തിൽ BJP നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവവും അവർ കൃത്യമായി പൊതുജനങ്ങളോട് സംവദിക്കുന്നതും അതിലെ വ്യക്തതയും രാഷ്ട്രീയ മാറ്റത്തിന് ഒരു കാരണമായേക്കാം. BJPയുടെ ഒരു വിജയം പോലും തനത് കേരള രാഷ്ട്രീയത്തിൽ പ്രകടമായ വിള്ളലുകൾ തീർക്കും എന്നുറപ്പുള്ള ഇടതു വലത് രാഷ്ട്രീയത്തിന് അത്തരം വിജയങ്ങൾ അനുവദിക്കുക എന്നത് കനത്ത പരാജയമാകും. കേരള രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ പൊതു തെരഞ്ഞെടുപ്പാണ് നടക്കുവാൻ പോകുന്നത്. BJPയുടെ ജയസാധ്യതകൾ ജനം തുറന്ന് ചർച്ച ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെ പ്രകടമായ മാറ്റത്തിന്റെ തുടക്കമാണ്.